അസ്സലാമു അലൈക്കും. ദിയൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പെരുന്നാളിൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ കണ്ടാലോ. രാവിലെ പുട്ടും ബീഫ് കറിയും പപ്പടും ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചായക്കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവരെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറക്കിയതായിരുന്നു. മോള് ഫോട്ടോസ് ഒന്നും എടുക്കാൻ സമ്മതിക്കണില്ല. അവൾക്കൊരു പുതിയ ചെരുപ്പ് ഇട്ട് എടുത്തിട്ടുള്ള ആ ഒരു പവറാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നടക്കുമ്പോൾ ആ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് ആരും എടുക്കാൻ സമ്മതിക്കണില്ല. അവളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെ പിടിച്ചിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഏകദേശം ഉച്ച ടൈം ആയിട്ടുണ്ട്. ഇവിടെ ഇന്ന് വെജ് നോൺ വെജ് ആയിട്ട് ഒരു ചെറിയ സദ്യ പോലെയായിരുന്നു കേട്ടോ. സദ്യയൊക്കെ കഴിച്ചിട്ട് ഒരുപാട് കാലമായി. അപ്പോൾ പെരുന്നാൾക്ക് എന്തായാലും സദ്യ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ഇലയിൽ പപ്പടും പായസം പഴം കൂടിയിട്ടൊന്ന് കുഴച്ചിട്ടുണ്ട് കഴിച്ചാലുണ്ടല്ലോ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല കേട്ടോ. മുൻപൊക്കെ ആരെങ്കിലും ഇങ്ങനെ കഴിക്കണത് കാണുമ്പോൾ ഞാനും വിചാരിക്കൂട്ടെ അയ്യേ എന്താ ഇവർ ഈ കാട്ടണമെന്ന്. പക്ഷേ ഇത്രയും ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇവരിങ്ങനെ കഴിക്കണതെന്ന് ഞാൻ കഴിച്ചപ്പോഴാട്ടോ എനിക്ക് മനസ്സിലായത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇത്. നിളയോരം പാർക്ക് എന്ന് പറയും, കുറ്റിപ്പുറത്താണ്. ഇവിടെ ഒരുവിധം ആളുകളൊക്കെ പോയിട്ടുണ്ടാവും, എന്നാൽ പോവാത്തവരുണ്ടാവും കേട്ടോ. ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരുന്നു എന്നുള്ളൂ. കാറ്റൊക്കെ കൊണ്ടിരിക്കാനും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത്. മോളുടെ കൈ പിടിച്ച് നടക്കുകയാണ് ടെൻഷു. മുൻപൊക്കെ ഇതിലും നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ, ഒരുപാട് പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ എനിക്ക് അന്നത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം അത്ര ഒരു രസമായിട്ട് തോന്നണില്ല. എന്നാലും കുഴപ്പമില്ല കേട്ടോ. കുട്ടികളിലൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് പോകാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണ്. അങ്ങനെ അതാ എല്ലായിടത്തും ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. ഞങ്ങളൊരു റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വണ്ടി ഉണ്ടല്ലോ, പുഴുവണ്ടി പോലത്തെ. ഞാൻ വിചാരിച്ചു ഇൻഷുമോൾ കരയുണ്ടാവുമെന്ന്. പക്ഷെ അവൾക്ക് നല്ല ഇഷ്ടമായിട്ട് അവൾ കരയണമെന്നില്ല. അവൾ നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോകാൻ നേരം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നാളെയാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് പോവുക. ബാക്കി വിശേഷങ്ങൾ നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.